ഹലോ, ഇന്ന് നമ്മൾ ഡേ 5 ആണ്. ഞാൻ 5 ദിവസം കൂടുമ്പോഴാണ് വെയിറ്റ് നോക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ വെയിറ്റ് 68.45 ആണ്. നമ്മൾ നമ്മുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് 70 ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇതുപോലെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മാസം കൊണ്ട് 5 കിലോ കുറയ്ക്കും എന്നുള്ളൊരു ടാർഗറ്റാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്രയും കഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു വെയിറ്റ് ഗോൾ സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം സെറ്റ് ചെയ്ത വെയിറ്റ് ഗോൾ എന്ന് വെച്ചാൽ 70 കിലോ ആയിരുന്നു. അപ്പം അത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് കുറച്ചും കൂടെ കുറയ്ക്കണം എന്നുള്ളൊരു ആവേശമായത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ എല്ലാം, അതായത് നമ്മുടെ കറക്റ്റ് വെയിറ്റ് ഗോൾ അല്ലാണ്ട് നമ്മളിതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്താൽ തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു വെയിറ്റ് സെറ്റ് ചെയ്യുക, വെയിറ്റ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന പാത്രം കുറച്ച് ചെറുതാക്കുക. നമ്മൾ എത്ര വലിയ പാത്രത്തിലാണോ കഴിക്കുന്നത് അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് കൺട്രോൾഡ് ആവണം ഫുഡിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പ്ലേറ്റ് നിറയ്ക്കണം എന്നുള്ളൊരു ടെൻഡൻസിയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന പാത്രം മാറ്റിയിട്ട്, അത് ചെറിയ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നല്ല വലിയ പാത്രമാണെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ചെറിയ പോർഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും, കുറച്ചൊരു ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ അങ്ങനെ രണ്ടാമതൊരു മെത്തേഡ് ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളവും കുടിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തവർക്ക് എത്ര കിലോ ആയി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമ്മൾ ഡെയിലി വെയിറ്റ് നോക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വെയിറ്റ് ലോസ് അതിൽ നിന്ന് കിട്ടത്തില്ല. വളരെ കുറച്ച് വെയിറ്റേ ഉള്ളൂ, ഡേ ബൈ ഡേ കുറയുള്ളൂ. അപ്പോൾ നമ്മളൊരു 5 അല്ലെ 7 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നമ്പേഴ്സ് വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതലായിട്ട് ഇത് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ രണ്ടാമത്, എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നാരങ്ങാ നീരോ അല്ലെങ്കിൽ ചിയാ സീഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോന്ന്. ഞാൻ അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിനു മുമ്പേ സിമ്പിൾ വേയിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിരുന്നു. ഇപ്പോഴല്ല, ഒരു 6 മാസം മുന്നെയൊക്കെ. അപ്പം എനിക്കിതൊന്നും ശരിയാണെന്ന് തോന്നിയില്ല. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മുടെ മസിൽ വെയിറ്റാണ് കുറയുന്നത്, നമ്മുടെ ബോഡിയിലെ കൊഴുപ്പല്ല കുറയുന്നത്. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടെ ക്ഷീണം കൂടും, ഭയങ്കര ഒരു തളർച്ചയാവും. നമുക്ക് പിന്നെ പിറ്റത്തെ ദിവസം മുതൽ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. നമ്മുടെ മസിൽ വെയിറ്റ് കുറയുമ്പോഴത്തേന് നമുക്ക് ഉള്ളതിലും ഭയങ്കരമായിട്ടൊരു ക്ഷീണം അനുഭവപ്പെടും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ച് പോകുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് പോന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും. കാരണം എനിക്ക് സാധിക്കുമെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. കാരണം ഞാൻ അത്രത്തോളം മടിച്ചിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പം നാളെ നമുക്ക് ഡേ 6 കാണാം.